നമ്മളോട് എല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം, അത് അത്യാവശ്യമാണ് എന്ന് അഡ്വൈസ് ചെയ്യാറുണ്ട്. പക്ഷെ അവരേത് കമ്പനിയുടെ ഇൻഷുറൻസ് ആണ് എടുത്തിരിക്കുന്നതെന്ന് ആരും നമ്മളോട് വെളിപ്പെടുത്താറില്ല. ഹലോ എവ്രി വൺ, എനിക്ക് ഓൾറെഡി ഒരു കോർപ്പറേറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു പേഴ്സണൽ ഹെൽത്ത് ഇൻഷുറൻസ് കൂടി എടുക്കണം എന്ന് കുറച്ചധികം നാളായിട്ട് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് യൂട്യൂബ് വീഡിയോസ് ഒക്കെ നോക്കുമ്പോൾ കൂടുതൽ ആൾക്കാരും പോളിസി ബസാറിൻ്റെ വീഡിയോസാണ് ചെയ്യുന്നത്. അതിൽ എങ്ങനെ പോളിസി കണ്ടുപിടിക്കാം, എങ്ങനെ കമ്പയർ ചെയ്യാം, ഇതൊക്കെ. ആരും തന്നെ അവരെടുത്തിരിക്കുന്ന പേഴ്സണൽ ഇൻഷുറൻസ് ഏതാണെന്നോ അതേത് കമ്പനിയുടെ ആണെന്നോ അതിൻ്റെ പ്രീമിയം എത്രയാണെന്നോ ഒന്നും ആരും പറയാറില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ റിസർച്ച് ചെയ്തപ്പോൾ, ഞാൻ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ചധികം കാര്യങ്ങളും ഞാൻ അങ്ങനെ പേഴ്സണലി എടുത്ത എൻ്റെ ഹെൽത്ത് ഇൻഷുറൻസും അതിനെനിക്കായ പ്രീമിയവും ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഐ എം അശ്വതി ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങളൊരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമ്മുടെ ഇൻഷുറൻസിൻ്റെ പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഏജ് അനുസരിച്ചല്ല, നമ്മൾ ഏത് ഏജ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു എന്നതിനനുസരിച്ചാണ്. ഈ കമ്പനീസ് ഓരോ ഏജ് കാറ്റഗറീസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. 20 to 24, 25 to 29, 30 to 34, ഇങ്ങനെ. 25 വയസ്സുള്ള ഒരാൾക്കും 29 വയസ്സുള്ള ഒരാൾക്കും ഒരേ പ്രീമിയം തന്നെയായിരിക്കും. ഇതൊരു എക്സെപ്ഷൻ ഉള്ളത് സീനിയർ സിറ്റിസൺസ് ആയി കഴിയുമ്പോഴാണ്. അത് ഓരോ കമ്പനീസിലും ചെറിയ ഡിഫറൻസ് ഉണ്ട്. ചിലവർ 60 ഏജിന് മേളിൽ, ചിലർ 65 മേലെ. അങ്ങനെ ആവുമ്പോൾ ഓരോ ഇയർ കൂടുമ്പോഴും പ്രീമിയത്തിന് വ്യത്യാസം വരും. 63 വയസ്സുള്ള ഒരാളുടെ പ്രീമിയം ആയിരിക്കില്ല 64 വയസ്സുള്ളത്. അല്ലാതെ അതിൽ താഴെ ഏജ് ഉള്ളവർക്കെല്ലാം, ഒരു 60 വരെയുള്ള എല്ലാവർക്കും ഈ ഒരു ഏജ് കാറ്റഗറി അനുസരിച്ചാണ് പ്രീമിയം വരുന്നത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് നമുക്ക് പ്രീവിയസ് ഇൽനെസ് ഒന്നും ഇല്ലെങ്കിൽ, നമുക്ക് അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൽനെസ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സർജറീസ് ഇതൊന്നും ഇല്ലാത്ത പക്ഷം ഒരു നോർമൽ പേഴ്സൺ ആണെങ്കിൽ മാത്രമാണ് ഇത് കൺസിഡർ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അതനുസരിച്ചും നമുക്ക് എന്തെങ്കിലും പ്രീവിയസ് ഇൽനെസ് ഉണ്ടെങ്കിൽ അതനുസരിച്ചും പ്രീമിയത്തിന് ചെറിയ വ്യത്യാസങ്ങൾ വരാം. നമുക്ക് പൊതുവെ ഇപ്പം 40കളിലും 50കളിലും വന്നിരുന്ന അസുഖങ്ങളൊക്കെ ഇപ്പോൾ ഒരു 30കളിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു 29 കഴിഞ്ഞ് 30യിലേക്ക് കടക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ ഇപ്പം തന്നെ എടുക്കാൻ ശ്രമിക്കുക. പ്രീമിയത്തിൽ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഡെന്റൽ റിലേറ്റഡ്, ഡെർമറ്റോളജി റിലേറ്റഡ്, കോസ്മെറ്റോളജി റിലേറ്റഡ് ഈ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഷോർട്ട് സൈറ്റ് ഉണ്ട്, അപ്പോൾ ലാസിക് സർജറി ചെയ്യണം, അത് നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതല്ലാതെ നമുക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റോ അല്ലെങ്കിൽ അങ്ങനെ സിവിയർ ഹെൽത്ത് ഇഷ്യൂസ് വഴി ഉണ്ടാകുന്ന ഇഷ്യൂസ് ആണെങ്കിൽ ചിലപ്പം ക്ലെയിം ചെയ്യാൻ പറ്റും. അല്ലാതെ വേറെ ഒരു ഡെർമറ്റോളജി, കോസ്മെറ്റോളജി, ഡെന്റൽ റിലേറ്റഡ് കാര്യങ്ങളും നമുക്ക് ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ഏതൊരു ഇൻഷുറൻസ് കമ്പനി സെലക്ട് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ CSR ചെക്ക് ചെയ്യുക. CSR എന്ന് വെച്ചാൽ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ. അവർക്ക് വരുന്ന ക്ലെയിംസിൽ എത്ര എണ്ണം അവർ സെറ്റിൽ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു റേഷ്യോ ആണ് ഈ CSR എന്ന് പറയുന്നത്. അത് ഒരു 98-99% ഒക്കെ ഉള്ള ഒരുപാട് കമ്പനീസ് ഉണ്ട്. അപ്പോൾ ആ കമ്പനീസ് മാത്രം നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് മാത്രം ഇൻഷുറൻസ് എടുക്കാൻ ശ്രദ്ധിക്കുക. നാലാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഇൻഷുറൻസിൽ കൺസ്യൂമബിൾസ് ഇൻക്ലൂഡഡ് ആണോ എന്ന് ശ്രദ്ധിക്കുക. കൺസ്യൂമബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ അവിടെ നമ്മൾ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നേഴ്സ് യൂസ് ചെയ്യുന്ന ഗ്ലൗസ്, സിറിഞ്ച്, കോട്ടൺ, ഈ ഐറ്റംസ് എല്ലാം നമ്മുടെ ഇൻഷുറൻസിൽ ഇൻക്ലൂഡഡ് ആണോ, അതിൻ്റെയും കൂടെ എമൗണ്ട് ഇൻക്ലൂഡഡ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. നമ്മൾ ചെറിയ പ്രീമിയം അല്ലെങ്കിൽ പ്രീമിയം കുറഞ്ഞ ഇൻഷുറൻസ് ഒക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ ഈ കൺസ്യൂമബിൾസ് അതിൽ ഇൻക്ലൂഡഡ് ആവാൻ ചാൻസ് ഇല്ല. കൺസ്യൂമബിൾസ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് ചിലപ്പോൾ ചെറിയ എമൗണ്ട് അല്ലേ വരിക എന്ന്. ഒരിക്കലും അല്ല. നിങ്ങളൊരു 1 വീക്ക് ഒക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ കൺസ്യൂമബിൾസിൻ്റെ ബില്ല് മാത്രം ഒരു 4000, 5000 ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൂടി ഇൻക്ലൂഡഡ് ആയ ഇൻഷുറൻസ് എടുക്കാൻ ശ്രമിക്കുക. അഞ്ചാമത്തെ കാര്യം, നിങ്ങളുടെ ഇൻഷുറൻസ് പോളിസിയിൽ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. വെയിറ്റിംഗ് പീരീഡ് എന്ന് വെച്ചാൽ നമ്മൾ ഇൻഷുറൻസ് എടുത്ത് എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് നമുക്കിത് ക്ലെയിം ചെയ്യാൻ പറ്റുക. അങ്ങനെ എന്തെങ്കിലും ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മുടെ ഇൻഷുറൻസിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നല്ല ഇൻഷുറൻസ് കമ്പനീസ് എല്ലാം ഒരു 30 days, 1 monthൻ്റെ ഒക്കെ വെയിറ്റിംഗ് പീരീഡ് ആണ് ഉണ്ടാവുക. അതിനുശേഷം നമുക്ക് വരുന്ന എന്ത് ഇൽനെസ് ആണെങ്കിലും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും.
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് എന്തൊരു ഇൽനെസ്സോ ഡിസീസോ അല്ലെങ്കിൽ ഇതിന് മുന്നേ ഏതെങ്കിലും സർജറീസ് നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹാബിറ്റ്സ്, നിങ്ങൾക്ക് ഡ്രിങ്കിങ് സ്മോക്കിംഗ് ഹാബിറ്റ്സ് ഉണ്ടോ, ഇതെല്ലാം ഇൻഷുറൻസ് എടുക്കുമ്പോൾ തന്നെ ഇൻഫോം ചെയ്യുക കമ്പനീനെ. ഒന്നും നമ്മൾ ഹിഡൻ ആക്കി വെക്കരുത്. അത് നിങ്ങളുടെ ഭാവിയിലുള്ള ക്ലെയിമിനെ എല്ലാം ബാധിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ഏത് ഇൻഷുറൻസ് എടുക്കുന്നതിന് മുന്നേ ക്രിട്ടിക്കൽ ഇൽനെസ് എല്ലാം കവേർഡ് ആണ് എന്ന് ഉറപ്പ് വരുത്തുക. ക്യാൻസർ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാർട്ട് റിലേറ്റഡ് ഇഷ്യൂസ്, ലിവർ സിറോസ്, അങ്ങനത്തെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൽനെസ് എല്ലാം കവേർഡ് ആണ് എന്ന് ഉറപ്പ് വരുത്തുക ആ ഇൻഷുറൻസ് എടുക്കുന്നതിന് മുന്നേ. അവസാനത്തെ കാര്യം, നിങ്ങളുടെ റൂം റെന്റ്. നിങ്ങളുടെ ഇൻഷുറൻസിൽ എത്രമാത്രം റൂം റെന്റ് താരിഫ് അലൗഡ് ആണ്, സിംഗിൾ റൂമാണോ ഷെയർഡ് റൂമാണോ, നിങ്ങൾക്ക് ഏതാണോ ആവശ്യം അതിന് അനുസരിച്ചുള്ള ഇൻഷുറൻസ് മാത്രം എടുക്കുക. നിങ്ങൾക്ക് ഇപ്പം സിംഗിൾ റൂം ആയിരിക്കും, സിംഗിൾ റൂമിന് ചിലപ്പോൾ നിങ്ങൾ അഡ്മിറ്റ് ആവുന്ന ഹോസ്പിറ്റലിൽ വല്ല 3000 4000 ആയിരിക്കും. പക്ഷെ നിങ്ങളുടെ ഇൻഷുറൻസിൽ 1000 ഉള്ളെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു റൂം അത്രയും അലവൻസ് മാത്രമേ അല്ലെങ്കിൽ അത്രയും മാത്രമേ ക്ലെയിം കിട്ടുള്ളൂ. സോ അത് നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുന്നതിന് മുന്നേ ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് ചെക്ക് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ വീടിനടുത്തുള്ള ഒരു സെറ്റ് ഓഫ് ഹോസ്പിറ്റൽസ് നിങ്ങൾ എടുക്കുന്ന ഇൻഷുറൻസ് കമ്പനിയുടെ നെറ്റ്വർക്ക് ഓഫ് ഹോസ്പിറ്റൽസിൽ ഇൻക്ലൂഡഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇങ്ങനെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റൽ ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ നിങ്ങൾ അവിടെയാണ് അഡ്മിറ്റ് ആവുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ചിലപ്പോൾ ക്യാഷ് അടച്ചിട്ട് പിന്നീടാണ് നിങ്ങൾക്ക് ക്ലെയിം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ക്യാഷ്ലെസ് ആയിട്ട് കിട്ടണമെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള സെറ്റ് ഓഫ് ഹോസ്പിറ്റൽസ് ഈ ഇൻഷുറൻസിൻ്റെ നെറ്റ്വർക്ക് ഓഫ് ഹോസ്പിറ്റൽസിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കാൻ ശ്രമിക്കുക. ഇനി ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഞാനും ഇൻഷുറൻസ് എടുത്തത് പോളിസി ബസാറിൽ നിന്ന് തന്നെയാണ്. പോളിസി ബസാറിൽ നിന്ന് എടുക്കാനുള്ള ഒരു കാരണം, നമുക്ക് എന്തെങ്കിലും ഒരു ക്ലെയിമിൽ ഒരു ഡിലേ വരികയോ അല്ലെങ്കിൽ നമ്മുടെ ക്ലെയിം റിജക്റ്റ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കംപ്ലയിൻറ്റ് ഹാൻഡ്ലിങ് ഈ പോളിസി ബസാറിലൂടെ കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് നടക്കും. നമ്മുടെ ഇത് എന്തെങ്കിലും പേപ്പർ വർക്ക് ഉണ്ടെങ്കിൽ ഇതെല്ലാം അസിസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പോളിസി ബസാറിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് പോളിസി ബസാറിന് എടുത്തത്. മാത്രമല്ല, നമ്മൾ കമ്പനിയിൽ നിന്ന് നേരിട്ട് എടുക്കാതെ പോളിസി ബസാർ വഴി എടുത്താൽ നമുക്ക് ചെറിയ ഡിസ്കൗണ്ടഡ് പ്രൈസിൽ നമുക്ക് പ്രീമിയം കുറച്ച് ഡിസ്കൗണ്ടഡ് റേറ്റിൽ കിട്ടും. അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ കൊണ്ടിട്ടാണ് ഞാൻ പോളിസി ബസാർ വഴി എടുത്തത്. മാത്രമല്ല, നിങ്ങൾ എപ്പോഴും ഇൻഷുറൻസ് എടുക്കുമ്പോൾ ചിലപ്പോൾ ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നിങ്ങൾക്ക് സ്വയം വായിച്ച് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ പോളിസി ബസാർ വഴിയാണ് എടുക്കുന്നതെങ്കിൽ അവരുടെ കസ്റ്റമർ കെയറിൽ, അല്ല നിങ്ങൾ കമ്പനിയിൽ നേരിട്ടാണ് എടുക്കുന്നതെങ്കിൽ അവരുടെ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് ഒരു എക്സിക്യൂട്ടീവിനോട് സംസാരിക്കുക. എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, നിങ്ങളുടെ റൂം റെന്റ്, നെറ്റ്വർക്ക് ഓഫ് ഹോസ്പിറ്റൽസ്, കൺസ്യൂമബിൾസ് ഇൻക്ലൂഡഡ് ആണോ എന്നുള്ളത്, CSR എത്രയാണെന്നുള്ളത് അവർ പറയുന്നത് കൂടാതെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുകയും കൂടെ വേണം. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആണോ എന്ന് അവരോട് ചോദിച്ചൊന്ന് വെരിഫൈ ചെയ്ത് ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രീമിയം എത്രയാണോ അത് മാത്രം എടുക്കാൻ ശ്രമിക്കുക. ഞാൻ എടുത്തത് HDFCയുടെ എർഗോ എന്ന് പറയുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനാണ്. അത് 20 lakhs ആണ് അതിൻ്റെ കവർ വരുന്നത്. ഇതിലും ചെറിയ കവർ 5 lakhs മുതൽ നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ 20 lakhsൻ്റെ ആണ് എടുത്തത്. ആൻഡ് ഞാൻ ഈ ഒരു 25 to 29 ഏജ് കാറ്റഗറിയിൽ വരുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് പെർ മന്ത് ഓൾമോസ്റ്റ് ഒരു 1000 റേഞ്ചിലാണ് ഈ 20 lakhs കവർ കിട്ടിയത്. ഇതിലും ചെറിയ ക്യാഷ് ആണ് നിങ്ങൾ ഒരു 5 lakhsൻ്റെ കവറാണ് എടുക്കുന്നതെങ്കിൽ ചിലപ്പം ഒരു 800, 700, 600 ആ റേഞ്ചിലൊക്കെ കിട്ടും. HDFC കുറച്ച് എക്സ്പെൻസീവ് ആണ് കമ്പാരിറ്റീവ്ലി, പക്ഷേ ഇവരുടെ വെയിറ്റിംഗ് പീരീഡ് വളരെ കുറവാണ്. ആൻഡ് ഓൾമോസ്റ്റ് എല്ലാ ഡിസീസും, എല്ലാ ക്രിട്ടിക്കൽ ഇൽനെസ്സും ഇതിനകത്ത് കവേർഡ് ആണ്. ഇവരുടെ CSR റേഷ്യോ ആണെങ്കിലും 99% ഉണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ HDFCയുടെ എർഗോയും ICIC ലോംബാർഡ് ഈ 2 ഹെൽത്ത് ഇൻഷുറൻസിനും അത്യാവശ്യം നല്ല റിവ്യൂസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ഏറ്റവും അനുയോജ്യമായിട്ട് തോന്നുന്നത് അത് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ എടുത്ത പ്ലാനിൽ 3 ഇയേഴ്സിലേക്കുള്ള പ്രീമിയം ഞാൻ 12 monthsനുള്ളിൽ അടയ്ക്കുന്ന രീതിയിൽ നോ കോസ്റ്റ് EMI ആയിട്ടാണ് ചെയ്തത്. അങ്ങനെ വന്നപ്പോൾ എനിക്കൊരു 2000, 3000ൻ്റെ ഒരു ഡിസ്കൗണ്ടും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ആസ് ഏർലി ആസ് പോസിബിൾ എടുക്കാൻ ശ്രമിക്കുക. ഒന്നാമത്തെ കാര്യം, നമുക്ക് എപ്പോഴാണ് ഇൽനെസ് വരിക എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഏജ് കൂടിക്കഴിയുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ഇതിനിടയ്ക്ക് വേറൊരു അസുഖം വന്നിട്ടുണ്ടെങ്കിലോ ഒക്കെ നമ്മുടെ പ്രീമിയം നമ്മൾ വിചാരിക്കുന്നതിലും ഒരു ഹൈ എമൗണ്ട് ആയിരിക്കും. അപ്പം നമ്മൾ ആസ് ഏർലി ആസ് പോസിബിൾ നമ്മൾ എടുത്തു വെക്കുകയാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് നമുക്ക് പ്രീമിയം ഒരുപാട് കൂടില്ല. നമ്മൾ ക്ലെയിം ചെയ്താൽ പോലും
നമുക്ക് പ്രീമിയം കൂടില്ല. നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, നമ്മളിപ്പോൾ നാളെ മാരീഡായി, നമുക്ക് കുട്ടികളുണ്ടായി, ഇവരൊക്കെ ആഡ് ചെയ്യുമ്പം സാധാരണ ആഡ് ചെയ്യുന്നതിലും കമ്പാരിറ്റീവ്ലി ലോവർ റേറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എത്രയും പെട്ടെന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. ഒരു പീസ്ഫുൾ ആയിട്ട് ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് മസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ഒരു കവർ, ഒരു 5 lakhs ആണെങ്കിൽ കൂടി അത് എടുത്തു വെക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. ബൈ ബൈ.